ഡോജിയും ഒരു പെൺകുട്ടിയും കൂടി സോനു എന്ന് പറഞ്ഞ അവരുടെ ഫ്രണ്ടിന്റെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുകയാണ്. നിന്നെ ഞാൻ ഇനി എപ്പോൾ കണ്ടാലും സോനുവിനെ ഞാൻ ഓർക്കും, ലൈഫ് ലോങ് ഇനി ഇതിങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ എന്ന് ആ പെൺകുട്ടി ഡോജി എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ആലോചിച്ചിട്ടാണ് ഡോജി കണ്ണു തുറക്കുന്നത്. അന്നേരം അവരൊരു ഹോസ്പിറ്റലിലാണ്. ഹാരി അന്നേരം തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ വിളിക്കും. ഞാൻ ഓക്കെയാണ്, കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കും. ഫസ്റ്റ് കേസിൽ കുട്ടിക്ക് ബ്രെയിൻ ഡാമേജ് സംഭവിക്കാം, ചിലപ്പം മരിച്ചു പോകാനും സാധ്യതയുണ്ടെന്ന് കുട്ടിയുടെ അമ്മ എടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവരത് ആലോചിച്ച് ആകെ സങ്കടത്തിലാണ്. കുട്ടിയുടെ കണ്ടീഷനൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്, അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ ഇത് സംഭവിക്കാമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോജി അവരെ ആശ്വസിപ്പിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോജി പറയുന്നുണ്ട്. അവർ തിരിഞ്ഞ് ഹാരിയെ നോക്കും. അന്നേരമാണ് ഹാരിയും അവൻ്റെ കൂടെ വെള്ളത്തിലെടുത്ത് ചാടിയിട്ടാണ് അവനെ രക്ഷിച്ചതെന്ന് അവന് മനസ്സിലാകുന്നത്. അവനവളോട് താങ്ക്സ് പറയും. അരുണിന്റെ എണ്ണും കൂടി ലെഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നേഴ്സ് ഓടി വന്നിട്ട് ഹാരിയെ ഗ്രീറ്റ് ചെയ്യും. ഇയാളെ കണ്ടു എന്ന് ഇവിടെ ചിലർ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഹാരി ആകാൻ വഴിയില്ലെന്ന് ഞാൻ തർക്കിച്ചു. ഇയാൾ തന്നെ ആയിരുന്നല്ലേ, എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവര് സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിലും ഹാരിക്ക് മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. അവരെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ഡോജിക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ ഒരു അത്യാവശ്യത്തിന് വന്നാണ് നമ്മൾ പറയുമ്പോൾ കൂടെ ഉള്ളത് ആരാണെന്ന് നഴ്സ് ചോദിക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് നമ്മൾ പറയുമ്പോഴത്തേക്കിനും ഡോജി പേര് പറഞ്ഞ് പരിചയപ്പെടും. ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ടെന്ന് പറഞ്ഞ് ഹാരി അവനെ വിളിച്ച് അവിടുന്ന് പോകുമ്പോഴത്തേക്കിനും ഈ നഴ്സ് ഹാരി ഇവിടെ വന്നിട്ടുണ്ട്, കൂടെ ഒരു ഡോക്ടറും ഉണ്ടെന്ന് ആർക്കോ മെസ്സേജ് അയക്കും. ഗവർണർ ഒരു അറ്റൻഷൻ സീക്കറാണ്, എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. മിസ്കിം ഐലൻഡിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അയാളെ കാണാനായിട്ട് വരും. ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് അയാൾ ചോദിക്കുമ്പോൾ അതിന് പറ്റിയില്ല, അവിടെ ചെന്നപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഡോജിയാണ് അതെല്ലാം നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തത്, അതുകൊണ്ട് ശിക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചതെല്ലാം അവർ വിശദീകരിച്ചു കൊടുക്കും. അത് കേൾക്കുമ്പോൾ അത് അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റാമെന്ന് ഗവർണർക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് അയാൾ ആലോചിക്കും. പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ഫോൺ കോൾ പോലും വരാത്തതുകൊണ്ട് എല്ലാവരും ടെൻഷനിലാണ്. പിറ്റേ ദിവസം രാവിലെ ബെല്ലടിക്കുന്ന തന്നെ ചിയോണാണ് ഓടി വന്ന് എടുക്കുന്നത്. ഹാരിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവന് ആശ്വാസമാവും. ഞങ്ങളെല്ലാവരും ഇവിടെ സേഫ് ആയിട്ട് എത്തി, എല്ലാവരും ഒബ്സർവേഷനിലാണെന്ന് അവള് ചിയോന്റെ അടുത്ത് പറയും. അത് കേട്ട് കഴിയുന്ന തന്നെയാണ് ഡോക്ടർ യങ്ങിന്റെയും ടെൻഷൻ മാറുന്നത്. അവൻ കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി അവനുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അകത്തൊരു വലിയ ബഹളം കേൾക്കും. ജംഗ്ഷൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരാൾ വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. ഡോക്ടർ യങ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അയാൾ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ഇയാൾക്ക് എന്നെ ചികിത്സിച്ചാൽ എന്താണെന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എന്നിട്ട് എങ്ങനെ അടിക്കാനായിട്ട് പോകുമ്പോഴും അവൻ അനങ്ങുന്നില്ല. നേരത്തേക്ക് ചിയോൺ അങ്ങോട്ടേക്ക് വന്ന് ഇയാളെ പിടിച്ചു മാറ്റും. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അയാൾ ചിയോണെ ഭീഷണിപ്പെടുത്തുമ്പോൾ എനിക്കറിയില്ല, ഞാൻ പോലീസിനെ വിളിക്കാം, ഞങ്ങളെ ഇവിടെ ജോലി ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല, ബഹളം ഉണ്ടാക്കുകയാണെന്ന് പറയാം. അവരാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമെന്ന് പറയുന്നതാണ്. അയാൾ ഒന്ന് പേടിക്കും. അന്നേരത്തേക്ക് ഹെഡ് നേഴ്സ് അങ്ങോട്ടേക്ക് വന്ന് ഇയാളെ കൂട്ടിക്കൊണ്ട് പോകും. അവർ പുതിയ കുട്ടികളാണ്, ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഒരുവിധം സമാധാനിപ്പിച്ചാണ് വിടുന്നത്. ഡോക്ടറെ അങ്ങനെ പെരുമാറ്റത്തെ വ്യത്യാസമാണെന്ന് ജംഗ്ഷന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവള് നോക്കുമ്പോഴത്തേക്കിനും അവൻ മാറിയിരുന്ന് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്ന് അവള് ചെന്ന് ചോദിക്കും. ആ കുട്ടിയെ ആദ്യം ചികിത്സിച്ചത് ഞാനാണ്, പ്രോപ്പറായിട്ട് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് ആർക്കും ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. എനിക്കിപ്പോ പേഷ്യൻസിനെ നോക്കാൻ അതുകൊണ്ട് പേടിയാണെന്ന് അവൻ അവളുടെ അടുത്ത് പറയും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല റിസർച്ചിലെങ്കിലും ഒരു ദിവസം കൂടി മോണിറ്റർ ചെയ്യണം, അതുകൊണ്ട് ഇന്ന് രാത്രി കൂടി ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഡോക്ടർ വന്ന് ഡോജി എടുത്ത് പറയും. അവർ പോയി കഴിയുമ്പോഴത്തേനും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനായിട്ട് ഹാരി കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകും. ആ ഷിപ്പിൽ നിന്ന് വീണ പേഷ്യന്റിന്റെ കൂടെ വന്നത് ഹാരിയാണ്. ആ പേഷ്യന്റ് ഒരു ഡോക്ടറാണെന്നാണ് കേട്ടത്. ഹാരി വീണ്ടും പഴയ ഡോക്ടർ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരാൻ കാണിച്ച ധൈര്യം അപാരം തന്നെയാണെന്നൊക്കെ അവളെ പറ്റി രണ്ട് നഴ്സസ് കുറ്റം പറയുന്നത് ഹാരി കൺവീനിയൻസ് സ്റ്റോറിൽ വെച്ച് കേൾക്കും. ഹാരി തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ആദ്യം കണ്ട ആ നഴ്സ് ഡോജി എടുത്ത് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അതിവിടെ വലിയൊരു സ്കാൻഡലായിരുന്നു, എല്ലാവർക്കും ഇവിടെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിയാമെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വന്നോന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും നഴ്സ് പെട്ടെന്ന് അവിടുത്തെ പോകും. ഡോജിക്ക് സംസാരിക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെയൊക്കെ ഹാരിക്ക് തോന്നുന്നുണ്ട്. അവൾ പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കും. അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ഗ്രാൻഡ് മദറിനെ പറ്റിയൊക്കെ. ഗ്രാൻഡ് മദറുമായിട്ട് നല്ല ക്ലോസ് ആണെന്ന് ഡോജിക്ക് മനസ്സിലാവും. അവന്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ആ നേഴ്സ് പറഞ്ഞതൊക്കെ അവൻ വിശ്വസിച്ചോന്ന് ഹാരിക്ക് സംശയം തോന്നും. അത് അവനോട് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നേരിട്ട് ചോദിക്കാനും വയ്യ. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് അവൾ പോകാനായിട്ട് തുടങ്ങും. ഇന്നിനി അങ്ങോട്ടേക്ക് പോകുന്ന ഫെറി ഒന്നും ഇല്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷെ ഞാൻ പുറത്തെവിടെയെങ്കിലും റൂം എടുക്കാനായിട്ട് പോവുകയാണ്, നാളെ ഫെറിയുടെ സമയമാകുമ്പോൾ ഡിസ്ചാർജ് ആയിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങും. ഹാരി പോകാനായിട്ട് തഴഞ്ഞു ചെല്ലുമ്പോൾ ആരോ ഓടി ചെന്ന് അവളെ ഹഗ് ചെയ്യും. അവൾ പേടിച്ച് പിടിച്ചു മാറ്റും. അത് അവിടുത്തെ ഒരു ഡോക്ടറാണ്. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാതിരുന്നത്, നീ ഇവിടുന്ന് ഒരു ഐലൻഡിലേക്കാണ് പോയതെന്ന് ഞാൻ അറിഞ്ഞു, അങ്ങോട്ടേക്ക് വന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ പരിചയഭാവത്തിൽ ഇവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ ഷോക്കിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കും. നീ ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്,
പക്ഷെ ഞാൻ ഒട്ടും ഓക്കെ അല്ല, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ ഇവൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും നമ്മൾ ബ്രേക്കപ്പ് ആയിന്ന് മറക്കരുത്. ഇയാള് ഓക്കെ അല്ലാന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഇവിടെ എല്ലാവരും എന്നെ പറ്റി ഗോസിപ്സ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ നീ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുന്നേ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഹാരി ദേഷ്യത്തിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ, നീ ഇപ്പോഴും വന്നത് ഒരു ഡോക്ടറുടെ കൂടെയാണെന്ന് ഞാൻ അറിഞ്ഞു. അവൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ബ്രേക്കപ്പ് ആവുമെന്ന് നീയാണ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല എന്ന് ഈ ഡോക്ടർ അവളുടെ അടുത്ത് പറയും. എനിക്ക് കൂടുതലൊന്നും ഇനി അയാളുടെ അടുത്ത് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇവൻ പുറകെ ചെന്ന് അവളുടെ കയ്യിൽ പിടിക്കും. വിടാനായിട്ട് അവൾ പറയുമ്പോൾ അവൻ കേൾക്കത്തില്ല. അന്നേരത്തേക്ക് ഡോജി വന്ന് അവന്റെ കൈ പിടിച്ചു മാറ്റും. ഡോജി എന്നിട്ട് അവന്റെ കൈ വിടാതെ പിടിച്ചുകൊണ്ട് നിൽക്കും. പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹാരി ഓടി വന്ന് രണ്ടുപേരും പിടിച്ചു മാറ്റി അവനെ വിളിച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും, നിങ്ങൾ സൂക്ഷിച്ചോണം, ശരിക്കും നിങ്ങൾ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല, അവൾ എപ്പോഴും അങ്ങനെയാണ്. ഇവിടെ ഞാനും ഇവിടെ 3 ഡോക്ടേഴ്സിനെ ഹാരി ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ചെയ്യുന്ന ആളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് അടുത്ത ആൾ വരുമ്പോഴത്തേക്കിനും മറ്റേ ആളെ ഉപേക്ഷിച്ച് പോകുന്നതാണ് ഹാരിയുടെ രീതി. അതുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിച്ചോണമെന്ന് ഞാൻ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും ഹാരി ആകെ ഷോക്ക്ഡ് ആവും. ഇയാൾ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്വാസമാണുള്ളത്. കാരണം ഹാരിയുടെ തന്നെ ഒന്ന് ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് നടക്കുകയാണെന്നാണ് ഡോജി തിരിച്ച് മറുപടി കൊടുക്കുന്നത്. പക്ഷെ ഹാരി അത് കേൾക്കുന്നില്ല. എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോഴത്തേക്കും ഹാരി ഡേറ്റ് ചെയ്യുമെന്ന് കേട്ടത് ആശ്വാസമാണ്. കാരണം ഇവിടെ ബെറ്റർ ആണ് ആരാണെന്ന് ഏതൊരാൾക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇയാൾ ഒരിക്കലും എൻ്റെ ലീഗിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് ദയവേത് ഇനി ഞങ്ങളുടെ ഇടയ്ക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് അവനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ഡോജി ഹാരിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നത്. ഹോസ്പിറ്റലിലെ നഴ്സസ് ഉൾപ്പെടെ ഒരുപാട് പേര് ഇത് കേൾക്കും. അവനത് നാണക്കേടാവും. രണ്ടാമത്തെ പ്രാവശ്യം ഹാരി അവനെ റിജക്ട് ചെയ്തു എന്ന് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. റൂമേഴ്സ് ഒക്കെ ഇയാളെ എത്രമാത്രം ബോധർ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ഡോജി പറയുമ്പോൾ, ഞാനും അതൊന്നും കാര്യമാകാത്ത ടൈപ്പാണെന്നാണ് സ്വയം വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് വീണ്ടും അവർ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആകെ സങ്കടം തോന്നി. നേരത്തെ ആ നേഴ്സും ഡോജി അടുത്ത് വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ വിശ്വസിച്ചു എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഗോസിപ്സ് ഒക്കെ എന്നെ ബാധിച്ചു തുടങ്ങിയപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രാൻസ്ഫർ വാങ്ങി ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്ക് അയലിലേക്ക് വന്നത്. ഒരു തരത്തിൽ അതൊരു ഒളിച്ചോട്ടമായിരുന്നു. ഞാനൊരു ഭീരുവാണെന്നൊക്കെ തോന്നുന്നുണ്ടാവാം. ഇയാളും അതൊക്കെ വിശ്വസിച്ചല്ലോ എന്ന് എനിക്ക് പേടി തോന്നിയെന്ന് അവൾ തുറന്നു പറയുമ്പോഴത്തേക്കും ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. ആളുകൾ പല രീതിക്കല്ലേ, ഇയാൾ എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് ഹാരി പോകാനായിട്ട് തുടങ്ങുമ്പോൾ, ഞാൻ ആദ്യമായിട്ടാണ് പേഷ്യൻ്റായിട്ട് അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കൂടെ ആരെങ്കിലും വേണം, എനിക്കിവിടെ ഒറ്റയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് അവൻ മനഃപൂർവ്വം അവളെ അവിടെ പിടിച്ചു നിർത്തും. റൂമിൽ വന്നു കഴിയുമ്പോൾ ഹാരിയെ നിർബന്ധിച്ച് കട്ടിലേക്ക് എടുത്തിട്ട് ഡോജി തറയിലാണ് കിടക്കുന്നത്. ഹാരിയുടെ ഗ്രാൻഡ് മദർ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് സാധനം വാങ്ങാൻ വരുമ്പോൾ അവിടെ അവരെല്ലാം കൂടി സംഭവിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് സംഭവിച്ചതൊക്കെ ഗ്രാൻഡ് മദർ അറിയുന്നത്. നിങ്ങൾ ഹാരിയെ പറഞ്ഞ് പിന്തിരിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മദർ വഴക്കുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഡോജി വെള്ളത്തിലേക്ക് വീണപ്പോൾ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഹാരിയും പുറകെ ചാടുകയായിരുന്നു എന്നൊക്കെ പാർക്ക് പറയും. ഇവരത് ദേഷ്യത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പെട്ടെന്ന് അവർക്ക് വയ്യാതെ വരും. അതും കണ്ടോണ്ടാണ് ചിയോൺ അങ്ങോട്ടേക്ക് വരുന്നത്. ചിയോൺ അവരെ കൂട്ടി ഹെൽത്ത് സെന്ററിൽ പോയി ടാബ്ലറ്റ് ഒക്കെ എടുത്തു കൊടുക്കും. എനിക്ക് ഹെൽത്ത് സെന്ററിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വേറെയും നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും രാത്രിയിൽ ഹാരിയെ തന്നെ എന്തിനാണ് പറഞ്ഞു വിട്ടതെന്നൊക്കെ അമ്മൂമ്മ ചോദിക്കുമ്പോൾ അവൻ അപ്പോളജൈസ് ചെയ്യും. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഇവിടെ വില്ലേജേഴ്സ് ഒക്കെ നിങ്ങളെപ്പറ്റി പറയുന്നത് എനിക്കറിയാം. വെറുതെ അവൾക്ക് പ്രതീക്ഷ കൊടുക്കരുത്, ഒന്നുമില്ലെങ്കിൽ അത് തുറന്നു പറയണമെന്ന് അമ്മമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പ്രിറ്റൻഡ് ചെയ്യല്ലായിരുന്നു, എനിക്ക് ശരിക്കും ഹാരി ഇഷ്ടമാണെന്ന് ചിയോൺ അമ്മമ്മ എടുത്ത് പറയും. പിറ്റേ ദിവസം ഡോജിയും ഹാരിയും കൂടി ഡിസ്ചാർജ് ആയി പോകാൻ തുടങ്ങുന്നുണ്ടേ മറ്റേ ആ 3 നഴ്സസും അങ്ങോട്ടേക്ക് വരും. ഇയാള് ഐലൻഡിൽ നന്നായി സെറ്റിൽ ചെയ്തെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പരിഹാസത്തിൽ സംസാരിച്ചിട്ടാണ് അവർ വരുന്നത്. ശരിയാണ്, ഞാൻ അവിടെ നന്നായി സെറ്റിൽ ചെയ്തു. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം, ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളെല്ലാമായിട്ട് ഒരു നല്ല റിലേഷൻ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പിന്നീട് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയത്. പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വേസ്റ്റ് സ്ഥലത്ത് നിന്ന് എനിക്ക് പോകാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയതെന്ന് അവൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം നിങ്ങൾ എന്നെപ്പറ്റി റൂമേഴ്സ് ഒക്കെ പറയുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇനി നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞു എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ ജീവനോടെ വെച്ചേക്കത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവള് അവിടുന്ന് പോകുന്നത്. ഡോജി ഡിസ്ചാർജ് ആയി വരുന്നു എന്ന് അറിയുമ്പോഴത്തേക്കും വില്ലേജേഴ്സ് എല്ലാം നിറയെ ഫുഡൊക്കെ ഹെൽത്ത് സെന്ററിലേക്ക് കൊടുത്തു വിടും. അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ നേരത്ത് ജംഗ്സൂൺ കാല് തെറ്റി വീഴും. അങ്ങനെ അവളുടെ ആംഗിൾ സ്പ്രെയിൻഡ് ആയതാണെന്ന് ചിയോൺ കണ്ടുപിടിക്കും. അവൾക്ക് ടാബ്ലറ്റ് കൊടുക്കാന്ന് പറയുമ്പോൾ അതിനോട് അലർജി ഉണ്ടെന്ന് അവൾ പറയും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ യങ് ട്രീറ്റ് ചെയ്യട്ടെ എന്ന് അവൻ പറയും. പക്ഷെ യങ് ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണല്ലോ.
പുറമേക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അകത്ത് ചിലപ്പോൾ ഫ്രാക്ചർ കാണും. ഇയാൾ മെയിൻലാൻഡിൽ പോയി നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണമെന്ന് യങ് അവളുടെ അടുത്ത് പറയും. അതിന്റെ ആവശ്യമില്ലാന്ന് ചെയ്യാൻ ഓൾറെഡി നോക്കിയിട്ട് പറഞ്ഞാണല്ലോ. അവന് ചികിത്സിക്കാൻ പേടിയായിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് ജെൻസു കൊണ്ട് മനസ്സിലാവും. ഇയാൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഇവിടെ ഒരു കൊറിയൻ മെഡിസിന്റെ ഡോക്ടർ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് എന്റെ പൈസയും സമയവും കളഞ്ഞിട്ട് മെയിൻലാൻഡിലേക്ക് പോകുന്നത്? ഇയാൾ ചികിത്സിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് വേറെ ആരെയും കാണിച്ച് ട്രീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ജംഗ്സൂൺ അവിടുന്ന് ദേഷ്യത്തിൽ പോകും. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ജംഗ്സൂണിന്റെ കാല് നീരടിച്ചിരിക്കുകയാണ്. ഇയാളുടെ അടുത്ത് വേറെ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റിന് പോകാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്, എനിക്ക് പേടിയായിട്ടാണെന്ന് പറയുമ്പോൾ അവൾ തിരിച്ച് ദേഷ്യപ്പെടും. ഇയാൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത്? ആ കുട്ടിക്ക് വയ്യാതായത് ഇയാളുടെ തെറ്റാകുന്നത് എങ്ങനെയാണ്? മെയിൻലാൻഡിൽ ചെന്നതിന് ശേഷമാണ് എന്താണ് ആ കുട്ടിയുടെ അസുഖം എന്ന് അവർ ഡയഗ്നോസ് ചെയ്തത്. പിന്നെ ഇയാൾക്ക് എന്തിനാണ് ഈ ഗിൽറ്റി ഫീലിംഗ്? ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടുത്തെ ആളുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആളുകളെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുക, അവർക്ക് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുക, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുക, അത് മാത്രമാണ് ഇയാളുടെ ഡ്യൂട്ടി. അതൊന്നും ചെയ്യാതെ വെറുതെ ഈ ഒരു റീസണും പറഞ്ഞ് എല്ലാവരെയും ഇഗ്നോർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇയാളുടെ ആവശ്യം ഇവിടെ ഇല്ല. ദൈവത്തെ പോലെ എല്ലാവരെയും രക്ഷിക്കാനൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല, എന്തെങ്കിലും മിറക്കിൾ കാണിക്കാനും പറയുന്നില്ല. ഇയാൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിഞ്ഞത് ചെയ്യുക, അത് മാത്രം മതി. പറ്റുമെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് അവൾ വീണ്ടും ദേഷ്യത്തിൽ പറയുമ്പോൾ അവൻ സമ്മതിച്ചു. ടാബ്ലറ്റ് അല്ലാതെയോ ആണെന്നൊക്കെ അവൾ വെറുതെ പറഞ്ഞാണെന്ന് എങ്ങനെ അറിയാം? അവൾ അവനെ ട്രസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് യങ് തീരുമാനിക്കും. അങ്ങനെ അവൻ ചെയ്ത് കുറെ നേരം കഴിയുമ്പോഴത്തേക്കിനും അവൾക്ക് ഓക്കെ ആയി തുടങ്ങും. ഫെറിയിൽ കയറാൻ നേരത്തെ എല്ലാം ഓക്കെ ആണോ എന്ന് ഹാരി ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇയാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണെന്ന് പറഞ്ഞിട്ട് ആ ധൈര്യത്തിലാണ് ഡോജി ഫെറിയിലേക്ക് കയറുന്നത്. അവർ കുറെ നേരം പാട്ടൊക്കെ കേട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ ഉറങ്ങിപ്പോകും. എന്നിട്ട് ഉണർന്ന് നോക്കുമ്പോഴത്തേക്കും അവനെ കാണത്തില്ല. അവൾ പാനിക്കായിട്ട് അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കും. നോക്കുമ്പോൾ അവൻ പേടിച്ചൊരു സ്ഥലത്ത് മാറിയിരിക്കുകയാണ്. അവളാണ് ചെന്ന് ആശ്വസിപ്പിക്കുന്നത്. കുറെ നേരം കഴിയുമ്പോൾ അവർ ഐലൻഡിൽ തിരിച്ചെത്തും. അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവിടാമെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ ഡോജി സമ്മതിക്കത്തില്ല. അന്നേരത്തേക്ക് ഗ്രാൻഡ് മദർ ഹാരിയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അങ്ങോട്ടേക്ക് വരും. അവർ നല്ല ദേഷ്യത്തിലാണ്. എന്താണ് കാരണം എന്ന് ഹാരിക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ഡോജിക്ക് മനസ്സിലാവും. അവൻ അപ്പോളജൈസ് ചെയ്യും. എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് എനിക്കറിയണ്ട. ഇയാൾ ജീവിച്ചാലും മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ഹാരി ഇയാൾ കാരണം ഡേഞ്ചറിലാവുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അമ്മൂമ്മ പറയും. ഇത് കേൾക്കുന്നുണ്ടേ ഡോജി കാരണമല്ല അങ്ങനെ സംഭവിച്ചത്, ഞാനായിട്ടാണ് കടലിലേക്ക് എടുത്തു ചാടിയെന്ന് പറഞ്ഞിട്ട് അവള് അമ്മൂമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മൂമ്മ കൂടുതൽ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അമ്മൂമ്മയ്ക്ക് വയ്യാതെ വന്നിട്ട് താഴെ വീഴും. ഡോജി വന്നാലും തന്നെ അമ്മൂമ്മയെ കൊണ്ട് ഹെൽത്ത് സെന്ററിലേക്ക് ചെല്ലും. ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് ആണ്, സംഗതി സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് മെയിൻലാൻഡിലേക്ക് പോകാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് അവൻ കയറി ചെല്ലുന്നത്. അത് കേട്ട് ഹെഡ് നേഴ്സ് ആകെ ഷോക്ക്ഡ് ആവും. അന്നേരമാണ് അവരൊക്കെ ഗ്രാൻഡ് മദറിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോന്ന് അറിയുന്നത്. കുറച്ച് കഴിഞ്ഞ് ഗ്രാൻഡ് മദറിന് ബോധം വരുമ്പോൾ എന്ത് ചെയ്ത് അവർ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവര് ഹാരി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേഷ്യന്റിനെ പറ്റി ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്തുകൊണ്ടാണ് ഹൈഡ് ചെയ്തത്, എത്ര നാളുകൊണ്ട് അറിയാം ഈ ഒരു അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിയോൺ വന്ന് ഡോജി എടുത്ത് ചോദിക്കും. ഇന്നലെ ഞാൻ പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തു, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് ഞാൻ മരുന്ന് കൊടുത്തേനെന്ന് ചിയോൺ പറയുമ്പോൾ അറിഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റേജ് 4 ആണ്, ഇപ്പോൾ കഴിക്കുന്ന ടാബ്ലറ്റ് ഇതാണ്, അതിലും കൂടിയ മരുന്നൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പേഷ്യന്റിന് മറ്റാരും ഇത് അറിയരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും വിചാരിച്ചാലും ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്ന് ഡോജി അവൻ്റെ അടുത്ത് പറയും. അന്ന് രാത്രി യങ് ഡോജിയെ കാണാനായിട്ട് വരും. എൻ്റെ കുറ്റമല്ല ഈ സംഭവിച്ചതൊക്കെ എന്ന് എനിക്കറിയാം, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന് എനിക്കറിയാം, എന്നാലും എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോളജൈസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ സോറി ഒക്കെ പറയും. എന്നിട്ട് അവന് വേണ്ടിയിട്ട് ഹെർബൽ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഹാരിയെ വിളിച്ചു നോക്കണമെന്നുണ്ട്, എന്നാൽ വിളിക്കാതെ അവളെ കാണാൻ പോകാനായിട്ട് ഡോജി തീരുമാനിക്കും. അവിടെ ചെല്ലുമ്പോൾ ചിയോണും ഹാരിയും കൂടി ഒന്നിച്ച് നിൽക്കുന്നതാണ് നാം കാണുന്നത്. ഹാരി കരയുന്നുണ്ട്, ചിയോൺ ആശ്വസിപ്പിക്കുകയാണ്. അത് കണ്ട് അവൻ തിരിച്ചു പോരും. അതവനെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ടെങ്കിലും കണ്ടതിനപ്പുറം എന്തോ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് സ്വയം വിശ്വസിക്കാനായിട്ട് അവൻ ശ്രമിക്കും. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോഴും ചിയോൺ ഹാരിയെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നത് ഡോജി കാണും. ബിയർ വാങ്ങാനായിട്ട് ഡോജി ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ അമ്മൂമ്മയാണ് കൺവീനിയൻസ് സ്റ്റോറിന്റെ ഓണർ. അവൻ ആ കുട്ടിയെ രക്ഷിച്ചതുകൊണ്ട് അവര് പൈസ വാങ്ങിക്കത്തില്ല. അതിനെപ്പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടാണ് ഹാരി ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് അമ്മൂമ്മ പറയും. അവളത് എടുക്കാനായിട്ട് പോകുമ്പോൾ അവരൊരു ബോക്സിൽ ഗമ്മി ക്യാൻഡീസ് അവന് കൊടുക്കും. തലേ ദിവസം ഹാരിയെ കാണാൻ പോകുന്നതിന് മുമ്പ് ആ കടയിലുണ്ടായിരുന്ന ഗമ്മീസ് മുഴുവൻ അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവനത് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ബാക്കി ഉണ്ടായിരുന്ന കൂടി മാറ്റി വെക്കുന്നത്. ഹാരിക്ക് അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അവൾക്ക് ഇനി മനസ്സിലായല്ലോ എന്ന് പേടിച്ചിട്ട് അവൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങി പുറത്തേക്ക്. ഹാരിക്ക് ബർഗർ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഐലൻഡിൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ആ ഒരു ഷേപ്പിലുള്ള ഗമ്മീസ് വാങ്ങിക്കൊണ്ട് പോയതാണ് അവൻ.
അവനൊരു പക്ഷെ അവൾക്ക് വാങ്ങിച്ചതായിരിക്കാം എന്ന് ഹാരിക്ക് മനസ്സിലാവും. എനിക്ക് വാങ്ങിയതാണെങ്കിൽ ഇങ്ങനെ തന്നാ പോരായിരുന്നോ, ഇതെനിക്ക് ഇന്നലെ ആവശ്യമുണ്ടായിരുന്നു എന്ന് അവൾ പറയും. ഇന്നലെ എന്താ എനിക്കിത് കൊണ്ട് തരാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം തരാഞ്ഞതല്ല, എനിക്ക് തരാൻ പറ്റിയില്ല, ഇന്നലെ ഇയാളെ ഡോക്ടർ ഷിയോന്റെ കൂടെ ഞാൻ കണ്ടു എന്ന് അവൻ പറയും. നിങ്ങൾ തമ്മിൽ കാര്യമായിട്ട് എന്തോ ഡിസ്കസ് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും കൂടി അവൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും ക്ലിനിക്കൽ ട്രയലിന് പോകാൻ വേണ്ടിയിട്ട് അമ്മൂമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് ചിയോൺ എൻ്റെ അടുത്ത് പറയായിരുന്നു എന്ന് അവൾ പറയും. അന്നേരമാണ് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് അവന് മനസ്സിലാവുന്നത്. അവൻ അവരെ തെറ്റിദ്ധരിച്ചു, അവൻ അസൂയ കാരണമാണ് അവൻ അങ്ങനെയൊക്കെ തോന്നിയതെന്ന് മനസ്സിലാക്കിയിട്ട് ഹാരി അവനെ ടീസ് ചെയ്യും. ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്, അല്ലെങ്കിൽ തന്നെ ഇയാൾക്ക് എന്നെ ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നല്ലേ എന്നോട് പറഞ്ഞത്, അപ്പോൾ എനിക്ക് അതിനുള്ള അർഹതയില്ലല്ലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. ഇയാളെന്നാലും എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എന്നെ ഡേറ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം, ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ഫിക്സ് ചെയ്യാം എന്നൊക്കെ ഡോജി പറയുന്നത് കേൾക്കുമ്പോൾ ഹാരി ഒന്നും മിണ്ടാതെ അവനെ കിസ് ചെയ്യും.